ചങ്ങായിമാരെ ഇന്നലെ ഒരു മംഗലത്തിന് പോയില്ലേ. നമ്മുടെ ഒമാനിൽ നമ്മുടെ സിറിയക്കാര മംഗലാണ്. നമ്മുടെ മാർക്കറ്റിലെ കച്ചവടക്കാരായ സിറിയക്കാര ഒരു മോൻ്റെ മംഗലാണ്. ഒന്നൊന്നര മംഗലാണ് കേട്ടോ. വല്ലാത്ത ഇഷ്ടപ്പെട്ടു പോയി. നമ്മളെ സുമേഷ് ഏട്ടനും അമീദിക്കും സാദിക്കും റിയാസുക്കും ഒക്കെ അവിടെ സജീവമായിട്ടുണ്ടായിരുന്നു. അവിടെ എൻട്രൻസ് തന്നെ കുറേ ആൾക്കാർ സ്വീകരിക്കാനുണ്ട്. നമ്മുടെ ഒമാനികളൊക്കെ അവിടെ കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടി വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അറേബ്യൻസ്, ലബനാൻ, അതുപോലെ തന്നെ ജോർദാൻ, മിസ്ർ, ഫലസ്തീൻ അങ്ങനെയുള്ള രാജ്യങ്ങളിലെ കച്ചവടക്കാരും അവരുടെ ബന്ധുക്കാരും, അതുപോലെ തന്നെ അവർക്ക് സ്വദേശികളായ ഒമാനികൾ. എന്നെ അത്ഭുതപ്പെടുത്തി എന്താണെന്നുള്ളത്, ഏകദേശം ഒരു 8 മണിക്കാണ് ഞാൻ അവിടെ എത്തുന്നത്. അതിന് മുമ്പ് തന്നെ അവിടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 10:30 മണിയായിരുന്നു നമ്മളവിടുന്ന് പിരിയുന്ന സമയത്ത്. കാരണം വളരെ ക്ഷമയോടു കൂടി അവിടെ സ്വദേശികളും തിരക്ക് പിടിച്ച ആളുകളൊക്കെ വളരെ സന്തോഷകരമായിട്ട് ആ കല്യാണം ആസ്വദിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്ന രംഗം സത്യത്തിൽ തന്നെ അത്ഭുതപ്പെട്ടു. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ പന്തലിൻ്റെ പന്തൽ, അതുപോലെ തന്നെ ഒരുപാട് കല്യാണങ്ങൾ, അറബി എന്നൊക്കെ വന്നൊരു കല്യാണം, ഒന്നും പറയേണ്ട ഒരു 5-6 ദിവസത്തെ പരിപാടിയായിരിക്കും. കാക്കയ്ക്ക് ഒരു ഒഴിവില്ല എന്ന് പറഞ്ഞ പോലെയാണ് പട്ടിക്കും പൂച്ചക്കും ഒഴിവുണ്ടാവില്ല നമ്മുടെ നാട്ടിലെ കല്യാണം. വളരെ വളരെ ഗംഭീരമായ കല്യാണം. പരിസ്ഥിതിക്കോ അയൽവാസിക്കോ നാട്ടുകാർക്കോ അങ്ങനെ വേണ്ട ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു മറ്റുള്ള മംഗലം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നടക്കുന്ന പറഞ്ഞാൽ അവിടുത്തെ ആളുകൾ, അതായത് അതിൻ്റെ പുതിയാപ്പൻ്റെ ഉപ്പ, ജ്യേഷ്ഠൻ, അനുജൻ, അതുപോലെ തന്നെ അവരുടെ കുടുംബക്കാർ, ചങ്ങായിമാർ, അങ്ങനെ നാട്ടുകാർ, അവർ അറേബ്യൻസ്, അത് ലബനാൻ, അങ്ങനെയുള്ള അവരെ അറിയപ്പെടുന്ന ആളുകളൊക്കെ വളരെ, അതായത് പറയുക, ചെറിയ രീതിയിൽ അവിടെ ഒരു അറബിയിലൊരു പാട്ട് ഒരാൾ പാടുന്നുണ്ട്. അപ്പോൾ അത് ചെറിയൊരു നല്ല ശരീരം അഴകിയിട്ടുള്ള ഒരു ചെറിയ എന്താണെന്നറിയില്ല, നല്ലൊരു ഡാൻസ് എന്ന് പറയുന്നതിനർത്ഥം അവരാട്ടം, അതാണ് അവിടെ മെയിനായിട്ട് നടക്കുന്നത് കേട്ടോ. ഈ ചങ്ങായി പാടുന്ന ചങ്ങായി തന്നെ ഞാൻ കണ്ടത് 2.5 മണിക്കൂർ നിർത്താതെ ഈ ചങ്ങായി പാടും. നമ്മുടെ നാട്ടിൽ ഒരു പാട്ട് പാടി മിക്സിൻ്റെ ഒന്നും പറയേണ്ടത് എപ്പറ്റിപ്പോയി നല്ല രസമുള്ള ഇവരൊരു ആട്ടമാണ്. അതിയല്ല, ശരിക്കും ഒരു എക്സസൈസ് കൂടിയാണ്. അവർ തളരുന്നില്ല ആരും. അത് കെട്ടുന്ന പെണ്ണിൻ്റെ ഉപ്പയും എല്ലാവരുടെ കുടുംബക്കാരൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മംഗലത്തിന് പോകുക എന്ന് പറഞ്ഞാൽ ആ സമയം പോയി 12:45 എടാ അവിടെ എത്തിയാ, വിളമ്പിയാ ഇല്ല, വിളമ്പീൻ്റെ തുടങ്ങിയിട്ടല്ലോ അവർക്ക്. എന്നാൽ കുറച്ചും കൂടി ഫോൺ നോക്കാൻ പറ്റും. അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് ഒരു 12:50 ഒരു മണിയാകുമ്പോൾ വിളമ്പി എന്നുള്ള സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ ഓഡിറ്റോറിയായാലും വീടായാലും ഒരറ്റ ആ കയറ്റത്തിൽ ചിലപ്പോൾ ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ആ വിളമ്പുന്ന ആൾക്കാർക്ക് എന്താ ചെയ്യേണ്ടതില്ല. അങ്ങനെ എല്ലാം കൂടി ആ കല്യാണം നടത്തിപ്പോകാൻ്റെ കുറ്റവും കുറവും എന്തിനായി നടത്തുന്നില്ല അങ്ങനെയുള്ളൊരു കമൻറ്റും വോയിസ് എല്ലാം പിന്നീട് ഉണ്ടാകുക. വളരെ സമാധാനപരമായിട്ട് സന്തോഷപരമായിട്ട് അവർ കല്യാണം നടത്തുമായിരിക്കും. അതിനു വേണ്ടിയാണ് അവരെ ക്ഷണിച്ചിട്ടുണ്ടാകുക. പക്ഷെ അതിനൊക്കെ പറയിപ്പിക്കുന്ന രീതിയായിരിക്കും ഇങ്ങനെയുള്ളൊരു പോക്ക്. ഇതിനു മുന്നിലും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നായിട്ട് പോകുന്ന സമയത്ത് വീടുകളിൽ അതുപോലെ തന്നെ ഹാളിലായിരിക്കുന്നത് ചിലപ്പം അസൗകര്യങ്ങളും സ്ഥല അസൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. അതിനകത്തായിട്ടൊന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ മാത്രമല്ല, നമ്മുടെ നാട്ടിലിപ്പോൾ കല്യാണം എന്ന് പറഞ്ഞാൽ വേണ്ടപ്പെട്ട അത്രയും അടുത്ത് ഫിൽട്ടർ ചെയ്ത കുടുംബക്കാർ മാത്രമേ നേരത്തെ പോയിട്ട് കുറച്ച് വൈകോടെ അവിടെ കല്യാണം കൂടാനിരിക്കുള്ളൂ കേട്ടോ. ബാക്കിയുള്ള ആൾക്കാർക്ക് എന്തൊരു തിരക്കാണ്. നിങ്ങൾ ഈ തിരക്കിലെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് എങ്ങനെയെങ്കിലും ഫുഡും കഴിച്ചിട്ട് പിന്നെ പാലത്തിൻ്റെ മേലല്ല അല്ലെങ്കിൽ പള്ളിൻ്റെ മുറ്റത്താ ബസ് സ്റ്റോപ്പിലാണ് എവിടെയെങ്കിലും സ്വന്തം വണ്ടി ഇട്ടെങ്കിൽ എങ്ങനെ ഫോൺ നോക്കിയിട്ട് സമയം കടന്നുണ്ട്. അവിടെ വരുന്ന ആൾക്കാരുകൾ, നമുക്ക് പരിചയമുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ നമ്മൾ അകന്ന ബന്ധുക്കൾ, പണ്ടത്തെ തറവാട്ടിലെ കുടുംബക്കാർ, അങ്ങനെ വേണ്ട പരസ്പരം പരിചയപ്പെടലും കുശലം പറയലും ഒന്നും വേണ്ട. മംഗലൊന്നെല്ലാം പറഞ്ഞാൽ നമ്മളിൽ അങ്ങനെയാണ് ഉൾക്കൊള്ളാറ് കേട്ടോ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പം അങ്ങനെ എല്ലാം കൂടി ആകെ ഒരു 5 മിനിറ്റ് ആ പന്തലിലെത്തുക, വിളിച്ചാലൊന്ന് നോക്കുക, കാണിക്കുക, കഴിഞ്ഞു, അവർ എസ്കേപ്പായി. അതാണ്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകത്തിൽ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ അളിയന്മാർക്ക് വല്ലാത്തൊരു സാധനമാണ് കേട്ടോ. അത് ഏത് ജില്ലയിൽ കഴിഞ്ഞാലും, ഇനിയിപ്പം 14 ജില്ലയായാലും എവിടെ പോയി കഴിഞ്ഞാൽ ഏത് രാജ്യത്തായാലും, ഞാനിപ്പോൾ ഒരുപാട് അതിനെപ്പറ്റി പഠിച്ചു നോക്കി. ഭാര്യയുടെ ആങ്ങളെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു മോഡലല്ല. ഭാര്യ മാത്രമൊന്നുമല്ല, ഭാര്യൻ്റെ അമ്മായി നാത്തൂനൊന്നുമല്ല, അളിയൻകുട്ടി നമ്മുടെ കണ്ണൂർ പറഞ്ഞാൽ അവർ പറഞ്ഞാൽ പിന്നെ
പിയാപ്പിളക്ക് പിന്നെ ചോദ്യമില്ല. ഇനി ചോദ്യം ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഈ അളിയന് വേണ്ടി ഒത്താശയും വക്കാലത്തും അക്കമെൻറ്റും സപ്പോർട്ടെല്ലാം ചെയ്യുന്നൊരവസ്ഥയാണ്. അതുപോലെ തന്നെ ഈ രണ്ടളിയൻ കുട്ടീനെയും പിടിച്ചിട്ട് ഇവർ ഈ പിയാപ്പിള പിന്നെ ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒന്നും പറയേണ്ട, ഉപ്പിയും മോനും എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ട്. അപ്പം ഈ സമയത്തല്ല ഒരാൾ പോലും അവിടെ എഴുന്നേറ്റ് പോകാതെ അവരുടെ ആ കളിക്കുന്ന കളിയിലും പാട്ടിലൊക്കെ മുഴുകി അവിടെ അങ്ങനെ കാവയൊക്കെ കുടിച്ച് ഒമാനികൾ നല്ല കാവയൊക്കെ കൊണ്ടുകൊടുക്കുന്നുണ്ട്. അവർ ഇവൻറ്റ് മാനേജ്മെൻ്റ് ആയിരിക്കും അവരാണ് അതിൻ്റെ സപ്ലൈ ചെയ്യുന്ന കാവയും അതുപോലെ നല്ല ഹലുവയും ഒമാൻ ഹലുവ, വെള്ളം അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്, സ്നാക്സ് എല്ലാം. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് അവരൊക്കെ ക്ഷമിച്ച് അവിടെ നിൽക്കുക. എന്തൊരു ക്ഷമയാണെന്നറിയുന്നത് നമ്മുടെ നാട്ടിൽ നമുക്കൊക്കെ, ഞാനടക്കമുള്ള ആൾക്കാർക്ക് ഇല്ലാത്തൊരു ക്ഷമ അവരിൽ നിന്ന് കാണാനിടയായി. വളരെ സന്തോഷകരമായ ഒരു കല്യാണമാണ് കേട്ടോ. പിന്നെ പന്തലിലൊന്നും വലിയൊരു പൈസയെല്ലാം ചിലവാക്കി ഒന്നും പറയേണ്ട, അങ്ങനെ അടിച്ച് പൊളിച്ചിട്ടൊന്നുമല്ല. നമ്മളെ നാട്ടിലിപ്പോൾ ദിയാപ്പിള പോകുന്ന സമയത്തൊക്കെ കണ്ണൂരിലൊക്കെ പാട്ടും അതുപോലെ തന്നെ ഉണ്ട്. പക്ഷേ അത് ആഭാസമായിട്ടായിരിക്കും. ഇതൊക്കെ ലളിതമായിട്ട് അത് പണ്ടും പാടിയിട്ടുണ്ട്, പാട്ട് പാടാന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു അലോസരമായിട്ടും അതുപോലെ തന്നെ നമ്മൾ പിന്നെ എന്താ പറയുക, വിശ്വാസത്തെ പറയിപ്പിക്കുന്നതൊന്നുമല്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലിപ്പോൾ ഘോരമായ ചർച്ചയാണ്, ആണും പെണ്ണും വേറെയല്ല, നമ്മൾ ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞ പോലെ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ആണുങ്ങൾ വേറെ, പുരുഷന്മാർ വേറെ, സ്ത്രീകൾ വേറെ. സ്ത്രീകൾ അവിടെ വ്യക്തിയിലും മശീട്ട് നോക്കി അതിൽ ഒന്നിനെ കാണാൻ പറ്റില്ല. അവരൊക്കെ വേറെ എൻട്രൻസിനെ കൊടുത്ത് എന്തൊരു നല്ല അടച്ചുറപ്പിലാണ് നടക്കുന്നത്. നമ്മളൊക്കെ ഇതൊക്കെ വാദിക്കാൻ പോകും. പക്ഷേ ഇതൊക്കെ വളരെ സുന്ദരമായിട്ട് അങ്ങനെ സന്തോഷകരമായ ഇങ്ങനെ കല്യാണം അവസാനത്തിലേക്ക് എത്തുകയാണ്. അവിടെ മൊത്തം കുടുംബക്കാരും ഒക്കെ നിന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെയോ അർത്ഥമുള്ള നല്ല നല്ല പാട്ടുകളാണ്. അവർ രാജ്യത്തെയും അതുപോലെ തന്നെ അവർ താമസിക്കുന്ന രാജ്യത്തെയൊക്കെ പുകഴ്ത്തിക്കൊണ്ടുള്ള പാട്ടുകളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും, അതാണ് പുതിയാപ്പിള വരാനിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവരൊക്കെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഒരുപാട് വേസ്റ്റായിട്ട് കാണും. ഓരോരുത്തരും ഷെയർ നമുക്ക് പിന്നെ അങ്ങനെ ഇഷ്ടക്കാൻ പാടില്ലാത്തൊരു കഴിച്ചിട്ട് മുക്കാഭാഗം അതിൻ്റെ ബാക്കിയാണ്. അത് കാണുമ്പോൾ വല്ലാത്തൊരു വേദനയായിപ്പോയി. ആ ഒരു കല്യാണത്തിന് സംഭവിച്ചത് അത് മാത്രം ഞാൻ അതിൻ്റെ ഇതായിട്ട് കാണുന്നു, ഒരു മൈനസായിട്ട് കാണുന്നു. അത് മൊത്തത്തിൽ അതങ്ങനെയാണെന്ന് എല്ലാവർക്കും പറയുന്നത്. അപ്പോൾ എന്തായാലും അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കുന്നു. വളരെ മനോഹരമായൊരു സിറിയൻ കല്യാണമാണ് ഇന്നലെ നമുക്ക് കൂടാൻ സാധിച്ചത്. يعلم حبتي يا استشاش الهوى شوشي